നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ പത്തനംതിട്ടയിൽ നിന്ന് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ചിരിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാൻ ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജു ചേട്ടാ, പ്രജോദ് ചേട്ടാ. നമ്മുടെ കുടുംബത്തിലേക്ക് കുറച്ച് അതിഥികളെ വിളിക്കാനുള്ള സമയമായി. ഷാജു ചേട്ടൻ വളരെ പ്രിയപ്പെട്ട അതിഥികളാണ്. ഈ വാലന്റൈൻസ് ഡേ തൂത്ത് വാരാൻ പോകുന്ന അതിഥികളാണ്. ആ കൂട്ടത്തിൽ ഷാജു ചേട്ടനുണ്ട്. ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ പിന്നെ ആക്ട്രസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുടുംബത്തിലേക്ക് അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ ആൻഡ് ശ്യാമേ. റെഡിയാണ് നാരി കല്യാണ തലമേളം വേറെ മാറി മധുവാ ബേബി സറിയാണ് നൂബി നിജമാന പരിപാടി വേറെ മാറി ഇത് വേണ്ടതല്ലേ വേണ്ടിടാത്ത തോന്നലല്ലേ വേണ്ടത് പിന്നെ റെഡിയാണ് നാരി ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുടുംബത്തിലേക്ക് അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ ആൻഡ് ശ്യാമേ. പിന്നെ റൊമാൻസിന്റെ പ്രധാനപ്പെട്ട ആൾ ഷാജു ചേട്ടാ. അപ്പോ വാലന്റൈൻസ് ഡേയിൽ റിലീസായ സിനിമകളുടെ കൂട്ടത്തിൽ നല്ല അഭിപ്രായം നേറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് റൊമാൻസ്. ഒത്തിരി സന്തോഷം. കറക്റ്റ് ഡേ ഞങ്ങളുടെ അടുത്ത് വന്ന് പെട്ടു. പറയും, മനസ്സ് തുറക്കൂ. വളരെയധികം സന്തോഷം. ഇത്രയും നാളും വെയിറ്റ് ചെയ്തൊരു മൊമെന്റ്, ഭയങ്കര ഹാപ്പി. ആൾക്കാരെല്ലാരും അക്സെപ്റ്റ് ചെയ്തതിൽ എത്ര സന്തോഷം ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. നിനക്ക് കുറച്ചുകൂടെ പറയാനില്ലേ? ഇല്ല, അത് കുറച്ച് സമയമുണ്ടല്ലേ? എനിക്ക് 2 മണിക്കൂറത്തേക്ക് ഉണ്ടല്ലോ ഇവിടെ. അതൊക്കെ പറയാം. ഒന്നാമത് ടയർഡാണ്. എല്ലാ കോളേജിലും പ്രൊമോഷനൊക്കെ പോയി അല്ലേ? അതെ, ഡാൻസും എല്ലാം. റൊമാൻസ് ടീം ചെല്ലുന്ന സ്ഥലമൊക്കെ ഭയങ്കര വൈബ്രന്റ്, ഭയങ്കര എനർജി. ആ ട്രെയിലർ പോലെ തന്നെ ഭയങ്കര എനർജി. പോയി ആൾക്കാർക്ക് ഇപ്പൊ പതുക്കെ മടുത്ത് തുടങ്ങിയ ഒരു ഡൗട്ട് ഉണ്ട്. ഇന്ന് ഇവരാന്ന് തോന്നുന്നു. മഹിമ പറയൂ. സന്തോഷം. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ, കാരണം ഞാൻ സിംഗിൾ ആണല്ലോ. അത് പറഞ്ഞാണ്. ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ നന്നായി ഓടുന്നു എന്നുള്ള അഭിപ്രായം അറിയുന്നത്. ഒരുപാട് സന്തോഷം. ഈ സ്പെഷ്യൽ ഡേയിൽ തന്നെ ഇവിടെ വരാനും നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. താങ്ക് യു. ശ്യാമേ, ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ സന്തോഷത്തിൽ പങ്കേരേണ്ട ആളാണ് അവിടെ കറുത്ത കണ്ണട വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പ്രേമലിന് ശേഷം വീണ്ടും അങ്ങനെ നല്ലൊരു പടത്തിന് നല്ല റെസ്പോൺസ് കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ അടിപൊളി മച്ചാന്മാരുടെ കൂടെയും മച്ചാത്തിയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സിനിമയെ പറ്റി വേണം. എന്താണ് റൊമാൻസ്? പേരിലുള്ള പോലെ തന്നെ കറക്റ്റ് ആപ്റ്റ് പേരാണ്. ബ്രദേഴ്സിന്റെ തമ്മിലുള്ള ഒരു റൊമാൻസ് പരിപാടിയാണ്. ആസ് എൻ ബ്രദർലി റൊമാൻസ്, ബോണ്ടിങ് ആണ്. 2 ബ്രദേഴ്സിന്റെ ബേസിക് കഥയാണ്. അപ്പൊ അതിലൊരാളെ മിസ്സിംഗ് ആവും. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ചുപേർ ഒത്തുചേർന്ന് ഈ മിസ്സായ ആളാണ് ഷിൻഡോ, അനിയൻ മാത്യു, ബിൻഡോ. അപ്പോൾ ഷിൻഡോനെ തപ്പിയുള്ള ബിൻഡോന്റെ പോക്കിന്റെ കൂടെ ചേർന്ന കുറേ സ്ട്രേഞ്ചേഴ്സ് അവര് പിന്നെ ബോണ്ടായി മാറി ഏതറ്റം വരെ നിൽക്കും എന്നുള്ള രീതിയിൽ പോകുന്നൊരു പരിപാടിയാണ്. ഭയങ്കര ഫണ്ണായിട്ട് പോകുന്ന ഒരു ഫൺ റൈഡ് പടം. തീർച്ചയായിട്ടും നമ്മൾ മാത്യൂസിനെയും സംഗീതനെയും ഇവിടെ ശരിക്കും നമ്മൾ മിസ് ചെയ്യും. ജീവ, എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയാണിത്. കാര്യം എല്ലാ ക്യാരക്ടേഴ്സും പൊളിയാണ് എല്ലാവരും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല ചില സിനിമകൾ. അത്തരത്തിലുള്ളൊരു സിനിമയാണ് തീർച്ചയായും. പിന്നെ ഇവരെ പോലുള്ള എന്താണ് ന്യൂജൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താണ് ഹോട്ട് കേക്ക്സ് എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഉഗ്രം വൈബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹോട്ട് കേക്ക്. അല്ല അത് അറിയും, ഇവിടുന്ന് ചെല്ലുമെന്ന് അറിയാം. അതുകൊണ്ട് അത് അതല്ല, ആക്ച്വലി നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവാൻ ഷാൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഓൺ ആയിട്ട് ഷാൻ ചേട്ടൻ. ആദ്യമൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെ ഷാജോൻ ചേട്ടനെ സീനിയർ ആണല്ലോ, നമ്മള് പറയുന്ന തമാശകളൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒതുക്കത്തിൽ
കൂട്ടത്തിൽ വണ്ടിയിൽ ഇരുന്ന് തമാശയൊക്കെ പറയും. അപ്പൊ ഷാജി ഇടക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ ഞങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പിന്നെ കുറച്ച് ശേഷം എടാ ഒന്ന് ഉറക്കെ പറ, ഞാനും കൂടി ഒന്ന് കേരളത്തിൽ. പിന്നെ കറക്കമൊക്കെ ആയി നല്ല സമയത്തായിരിക്കും ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്. വെളുപ്പിനെ 3:30-4 മണി വരെ ഷൂട്ടൊക്കെ തീരുമ്പോൾ ആ സമയമാവും. നമ്മള് സൺറൈസ് ഒക്കെ കാണാം. സൺറൈസ് ഒക്കെ. അപ്പൊ അച്ചു ചേട്ടാ ഞങ്ങളൊരു സ്ഥലത്ത് പോകണ്ട, ചേട്ടൻ വരുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ ഒരു തകർപ്പായിരുന്നു. പിന്നെ പോണ വഴിക്ക് പൊറോട്ട, സാമ്പാർ. ഷാജോൻ ചേട്ടനുണ്ടെ ഫുഡ് അവിടെ എന്തായാലും. നമ്മുടെ ലൈഫിലെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാത്ത ഒരു സാധനമുള്ള ഉറക്കം. ഞാൻ വെച്ച് സാമ്പാറായിരിക്കും. അത് കൊള്ളായിരുന്നു കേട്ടോ, അത് നൈസ്, കൊള്ളാം, സാധനം കൊള്ളായിരുന്നു. നല്ല സ്ഥലമായിരുന്നു. അല്ല, ഞാൻ ഈ സാമ്പാറിന്റെ കാര്യം പറയുന്നില്ല, പോകുന്നില്ല. സാമ്പാറിന്റെ കാര്യം പറഞ്ഞപ്പോ പക്ഷേ ഉറക്കം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടത്തില്ല. മക്കളെ, നിങ്ങൾ പുതിയതായിട്ട് വളർന്നു വരുന്ന പിള്ളേരാണ്. നമുക്ക് ഉറക്കം ഞാൻ വിട്ടുകളഞ്ഞതാ. എനിക്ക് ഉറക്കമില്ലാത്ത സംഭവിക്കുന്ന ഒരു കാര്യം, അതെ, ഇക്ക എവിടെങ്കിലും പോയി കിടന്നു ഇത് തിരിച്ചു വാ, ഞങ്ങൾ ഇക്കേട്ട് വാ. ആ ഓജസ് ദേശത്തുള്ള ഇക്കേട്ടൊക്കെ വേണം. ആദ്യം നീ മോളമ്മയെ വിളിച്ചിട്ട് അവളോട് അപ്പൊ ഇതിൽ ഷാജോൻ ചേട്ടന്റെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഗാങ്ങിലേക്ക് വന്ന് ചേരുന്ന ഒരാൾ, കൊറിയർ ബാബു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ പേഴ്സണലി ശരിക്കും എൻജോയ് ചെയ്ത ഒരു ലൊക്കേഷനും ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ADJ ആണ്. നമുക്കറിയാം ജോ അടക്കമുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ADJ. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ആഷിഖ് ഉസ്മാൻ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും പക്കാ പ്രൊഫഷണൽസ് ആണ്. അതായത് നമ്മൾ ADJ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ടെൻഷൻ അടിപ്പിക്കുകയോ അതെന്താണ് അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ കോമഡി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശകൾ അങ്ങോട്ട് പറയുമല്ലോ. അപ്പം ഞാൻ ചില സജഷൻസ് ഒക്കെ അങ്ങോട്ട് പറയും. ADJ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, അപ്പോൾ ADJക്ക് ആദ്യം ഇത് വേണ്ടാന്ന് പറയാനും ഒരു, അപ്പോൾ ADJ ഇങ്ങനെ ചിരിച്ചാൽ ഞാൻ പറയും വേണ്ടല്ലേ. അപ്പോൾ ADJ തന്നെ പറയും വേണ്ട ചേട്ടാ. ഞാൻ പറയും കാര്യം ചെയ്യാം, നമുക്കിത് സെക്കൻഡിലടിക്കാം. ആരെന്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സെക്കൻഡ് മഹിമ ഭയങ്കര സ്പെഷ്യൽ ആണെന്നൊക്കെ. അതെ, ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വൈബോടെ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഞാൻ ചെയ്ത സിനിമയാണ് റൊമാൻസ്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഡെന്റിസ്റ്റ് ആണ്. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ക്യാരക്ടർ. അതായത് ഏത് സമയത്ത് എന്ത് റിയാക്ട് ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ ചൂടാവും. അപ്പൊ അങ്ങനെ ഒരു രസമുള്ള ഒരു ക്യാരക്ടർ. പിന്നെ മാത്രമല്ല ഞാൻ കാസർഗോഡ് സ്ലാങ്ങിൽ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് എല്ലാം കൊണ്ടും വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇതിൽ ഈ ഷിൻഡോ എന്ന് പറയുന്ന ആള് ഞാനാണ്. എന്നെയാണ് കാണാതെ തോന്നുന്നത്. അപ്പോൾ കാണാതെ അയാളെ പറ്റി നമ്മൾ അധികം പറയുന്നത് പറയാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. എന്നെ അന്വേഷിച്ചിട്ട് ഇവരെല്ലാവരും നടക്കുന്നതാണ് ഈ കഥ. അപ്പൊ അതിലെനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇനി കുറെ സമയം നമ്മുടെ ഉണ്ടാവും. വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്കിറ്റ് ഒക്കെ കാണിച്ചിട്ട് വിടാം. കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സ്കിറ്റ് ഒക്കെ എൻജോയ് അങ്ങോട്ട് ചിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ 3 പേർക്ക് ഒരിക്കൽ കൂടെ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പ്ലീസ്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ടീം റൊമാൻസ് ഒരു നല്ല ടീമാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത്. മനോജ് ചേട്ടനുണ്ട്, ബിജു ചേട്ടനുണ്ട്, കൂടെ ദീപ്തി ചേച്ചിയുണ്ട്. പഞ്ചാബി പങ്കിട നെഞ്ചോര കൊണ്ടിട തഞ്ചത്തിൽ കൊഞ്ചിടാം. ഓ അജന ചലേ ന ചലേ छोड़ना जावी बोला छोड़ना जावी बोला छोड़ना जावी छोड़ना जावी बोला. അയ്യോ, എന്റെ റൂമിൽ ഒരു പച്ച കഞ്ചാവ്. അല്ല, പച്ച പഞ്ചാബി. പഞ്ചാബി അല്ല, ഞാൻ നിന്റെ റൂമിൽ താമസിച്ചത് ഹരി തന്നെ. എടാ ഹരി, നീയാടാ? എടാ നീ ഇതെന്താടാ ഈ ഫ്രാൻസിസ് ഈ മാവലികരായിട്ടൊക്കെ നിക്കണേ? അല്ല, ഈ മറ്റേ വേഷം മറ്റേ പ്രസന്റുമായിട്ടൊക്കെ. എടാ ഫാൻസി ഡ്രസ്. എടാ ഫാൻസി ഡ്രസ്സിന് പോലൊന്നല്ല നിക്കുന്നേ. പിന്നെ ഇന്ന് ഹോളി അല്ലേ അളിയാ? ആ കൊണ്ടുവാ, കുത്തിയിരുന്ന് തിന്ന് തീർക്കാം. ബോളി ബോളി പപ്പടത്തിന് കാര്യമല്ലേ പറഞ്ഞേ? ഇന്ന് ഈ പഞ്ചാബിൽ ഹോളി ആഘോഷിക്കുമല്ലയോ? ആ ഇന്ന് കളറടിച്ച് മരിക്കും നോക്കിയോ എന്ന് പറഞ്ഞ എന്ന് നീ വൈറ്റ് അടിച്ചില്ലേ മരിക്കുന്നത്? അതല്ലെന്ന്, കളർ ഇങ്ങനെ ആൾക്കാരെ മുഖത്തിങ്ങനെ അടിച്ച് രസിക്കൂലേ? അത് നീ അങ്ങനെ രസിച്ചാ മതി. എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്താ പരിപാടിയാണ്? എടാ നമ്മൾ രണ്ട് എത്ര നാളാണ് ഈ പഞ്ചാബി ജീവിക്കാൻ തുടങ്ങി? നമ്മൾ ഈ റൂമിൽ താമസിക്കാൻ തുടങ്ങി ആവശ്യം ഒരു 10-12 വർഷമായില്ലേ? 12 വർഷത്തിനിടല്ലേ നീ ഇടയ്ക്ക് നാട്ടിൽ പോയി പെണ്ണൊക്കെ കണ്ട് കല്യാണം കഴിച്ച് അവിടെ നല്ലൊരു കുടുംബം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അവിടെ വന്നത്. പക്ഷേ ഈ 12 കൊല്ലമായിട്ട് ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല. നാട്ടിലാണെങ്കിൽ എന്നെ കൂടാതെ 6 പെങ്ങന്മാരാണ്. എനിക്ക് ഒരൊറ്റ ആങ്ങളേ ഉള്ളൂ ഞാൻ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ 6 പെങ്ങന്മാരുടെ കാര്യം നീ നോക്കണം എന്ന് പറഞ്ഞു. നോക്കട്ടെ അളിയാ?
നോക്കട്ടെ. അച്ഛൻ പറഞ്ഞു കേട്ട് അന്ന് ഞാൻ പഞ്ചാബിലോട്ട് നാട് വിട്ടു. പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോയിട്ടില്ല. ആ എന്നാലും പെങ്ങന്മാരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ടായിരുന്നല്ല. എനിക്ക് പൈസ വേണ്ട ഇത്ര പൈസ വേണം. അച്ഛനൊന്നും ഉണ്ടാക്കിയില്ലേടേ? എന്നെ കൂടെ കൂട്ടി 7 എണ്ണം. അത് മതി. നീ ഇവിടുത്തെ ഉദ്ദേശം എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് ഹോളി അല്ലേ? ഇതിന്റെ കമ്പനിയുടെ മുതലാളി ഇല്ലേ പഞ്ചാബി? പഞ്ചാബിയുടെ മോള് സോണിയ അറിയാം. സോണിയായിട്ട് ഞാൻ കൈനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഹോളിയായിട്ട് അവളെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരും. എടാ പഞ്ചാബികളെ സ്വഭാവം നിനക്കറിയാം. എന്താ? എടാ വെട്ടിക്കളയും അവന്മാര്, വെട്ടിക്കളയും. അത് ഇവിടെ അല്ലല്ലോ. എവിടെ? അതങ്ങ് സൗദിയിലല്ലേ? അതല്ലെന്ന്. അവളെ കഴുത്തി താലി കെട്ടിക്കഴിഞ്ഞാൽ കൈ വെട്ടിക്കളയും. നിനക്ക് അറിഞ്ഞൂടാ അവന്മാരെ? എന്റെ കൈ പോയാലും വിട്ടില്ല. എന്റെ സോണിയാണ് എന്റെ സോണിയാണ് നല്ലത്. എന്റെ സോണിയാണ് എനിക്ക് വലുത്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റാണ്? അത്രയ്ക്ക് ചങ്കൂറ്റോ? ഇവിടെ എത്ര ചങ്കൂറ്റുണ്ട്? എനിക്ക് ഇവിടെ ചങ്കൂറ്റുണ്ട്, ഇവിടെ ചങ്കൂറ്റുണ്ട്, ഇവിടെ എല്ലാം ചങ്കൂറ്റം നിറഞ്ഞു കിടക്കും. ബാക്കിയുള്ള ചങ്കൂറ്റം ഞാൻ സ്കാൻ ചെയ്ത് നിന്നെ കാണിക്കാൻ പോരായിരുന്നു. എടാ അതല്ല, ഇത്രയും ചങ്കൂറ്റം കൊണ്ട് നടക്കണം. നിന്റെ അടുത്ത് പറഞ്ഞാ മനസ്സിലാവില്ലടാ. എനിക്ക് എന്റെ സോണിയ എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞത് പ്രാന്ത വരിച്ചു വാരിച്ചെല്ലി നമ്മൾ വിളിച്ചു മാറ്റിക്കൊണ്ട് വരും. അത്ര പ്രാന്തായിരിക്കും സോണിയ എന്ന് നീ പറഞ്ഞാൽ. കൊണ്ടോട്ടേ പോവുള്ളൂ. എടാ ഇത്ര ചങ്കൂറ്റുള്ള നീ കഴിഞ്ഞ ഞായറാഴ്ച ആ ജംഗ്ഷനിൽ പഞ്ചാബികളെല്ലാം കൂടെ നിന്നെ വാരി പറക്കിയിട്ട് അടിച്ചില്ലേടാ. എന്തൊരു കാര്യം, എന്ത് അത് ഞാൻ ഒരു പഞ്ചാബിയെ ഒരു സഹായം ചെയ്തോടെ എന്നെ അടിച്ചത്. താങ്കൾ എന്ത് സഹായമാണാവോ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയില്ലയോ? ആ. അവിടുത്തെ കുളത്തിൽ ഒരു പഞ്ചാബി മുങ്ങി ചാവാൻ തുടങ്ങുന്നു. ഞാൻ ഓടിപ്പോയി കോരി എടുത്ത് അങ്ങനെ കൊണ്ട് കര കിട്ടു. നാട്ടുകാരല്ലാണ്ട് കൂടി ഈ പഞ്ചാബി ചാടി എന്നിട്ട് എന്നെ മാക്കം തോക്കാൻ അടിച്ചു. നല്ലൊരു സഹായം ചെയ്യുന്നതിന് എന്തിനാണ് അയാൾ അടിച്ചത്? അയാൾ പറയടാ ഇത്ര നാട്ടുകാർ മുന്നേ എന്നെ തന്നെ തുണിയില്ലാതെ കൊണ്ട് കടത്തിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടളിയാ, എടാ നീന്തല് പോലും അറിഞ്ഞുകൂടാത്ത നീ എന്ത് ധൈര്യത്തിനടാ കുളത്തിലെടുത്ത് ചാടിയത്? ഞാനങ്ങനെ പഞ്ചാബി കുളത്തിനകത്ത് കമന്ന് കിടന്ന് നീന്തുമായിരുന്നു, ചാവുമായിരുന്നു. പഞ്ചാബിയുടെ മുടിയിലാണ് കിടക്കുന്നതാണ് ഞാൻ വിചാരിച്ച് പെണ്ണായിരിക്കുന്നത്. കരക്ക് വേണ്ടിയിട്ടുണ്ട്. മറിച്ചിട്ട് നോക്കുമ്പോ താടി കണ്ടപ്പോ എന്റെ ചമ്മൽ നീ ഒന്ന് കാണുമായിരുന്നു. അത്രയും പേര് വട്ടം കൂടി അടിച്ചപ്പോഴും എന്റെ ചമ്മൽ എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തി എന്നെ. ശരി, ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് അത് പറ. നീ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പ് വേണം. അവളെ അടിച്ചിട്ട് വരുത്തില്ലയോ? പ്ലാൻ സെറ്റപ്പ് ഒക്കെ ഞാൻ പറയാം. എന്ത് പ്ലാനാണ്? ഹോളി അല്ലയോ? ഈ പഞ്ചാബി പെണ്ണുങ്ങളെല്ലാം ഹോളിക്ക് കളറെല്ലാം മുഖത്ത് വാരിയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുഖത്ത് കളറൊക്കെ വാരി നേരെ അങ്ങോട്ട് ഇരുന്ന് എന്റെ സോണിയ ഞോണ്ടെന്ന് വാരിക്കൊണ്ട് പോരുന്നു. അത്രേ ഉള്ളൂ. അത്ര സംഭവമുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പോയി വിളിച്ചോണ്ട് വാ. ഞാനിവിടെ നിന്റെ ആദ്യ രാത്രിക്കുള്ള എല്ലാ ഏർപ്പാട് സെറ്റ് ചെയ്ത് വെക്കാം. എടാ നീ എന്ന് പറഞ്ഞു ഞാൻ മരിക്കോടാ. അത് കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പഞ്ചാബികളെല്ലാം വരുമല്ലോ. അന്നേരം നീ മരിക്കും ഉറപ്പാ. ഇത്രയും നല്ല കൂട്ടുകാരനെ കിട്ടിയെന്ന് പറയുമ്പോൾ പഞ്ചാബിയൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. അതല്ലളിയാ, ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എടാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ അളിയാ. നിന്റെ നാക്ക് പൊന്നാപുരം കോട്ടയാവട്ടെ. എല്ലാവരും കോട്ടെ അല്ല പൊന്നാകട്ടെ എന്നാണ്. പിന്നെ ഒരു കോട്ടയുടെ പണി എന്നാ വാ അടക്കില്ല, കോട്ട ചളങ്ങി പോകും. ശരി ശരി, പോയി വിളിച്ചോണ്ടോ. ഒരു ഫോട്ടോ എടുത്തോട്ടളിയാ, പോവല്ലേ. എടാ പഞ്ചാബികളെ ഇടയിലോട്ടല്ലേ ചെന്ന് കയറി കൊടുക്കണത്. ഏത് പരുവത്തിനാണ് നീ പുറത്തോട്ട് വരണേന്ന് പറയാൻ പറ്റൂല. ബോഡി വീട്ടിലെത്തുമ്പോ തിരിച്ചറിയണ്ടേ അളിയാ. അനാവശ്യം പറഞ്ഞോ. ഞാൻ പെണ്ണിനെ വിളിച്ചോണ്ട് പറയുമ്പോൾ ഈ റൂമിൽ നീ ഒരു അമ്മായിമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ സ്വീകരിക്കണം. സാരിയൊക്കെ എടുത്ത് കൊടുക്കട്ടോ. അതല്ലത് അമ്മായത്തിന് ഈ കുടുംബത്തിൽ വരുമ്പോൾ ആരുമില്ലല്ലോ, നീ മാത്രമല്ലല്ലോ. അവളെ നീ വിളക്കെ കത്തിച്ച് സ്വീകരിച്ച് ഞങ്ങളെ ഞാൻ കേട്ടോളെ. നീ പോയിട്ട് വാ. നിന്റെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാട് നാളെ ഇവിടുന്ന് കേരളത്തിലോട്ട് പോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ സെറ്റ് ചെയ്തേക്കാം. നീ ദൈവമാണ്, ദൈവമാണ് നീ. ഇതുപോലെ ദൈവം നീ വിട്ടു പോകട്ടെ. വിളിച്ചോണ്ട് പറഞ്ഞേ അവളെ ഇത് പോടാ. ദൈവമേ, അവനെ 2 കൈയും 2 കാലുമായിട്ട് തിരിച്ച് കിട്ടണേ. അയ്യോ, ആദ്യ രാത്രിക്ക് എന്തോ ചെയ്യണം? കട്ടിലെടുത്ത് താഴെ ഇട്ടിട്ട് മെത്തയെടുത്ത് മേളിട്ടാല. അയ്യോ അത് പറ്റൂലല്ല. കവർ വാല് പൊട്ടിച്ചിട്ട് അയ്യോ കവർ വാല് പൊട്ടിച്ചല്ലോ ഒഴിക്കല്ലോ. മുല്ലപ്പൂല്ല കട്ടിൽ ഒഴിക്കാനുള്ളത്. ദൈവമേ, ഇവനൊന്നും വരുത്തരുതേ. ഹലോ മണിയണ്ണ, അണ്ണാ കിടിലൊരു പണി വരണുണ്ട് കേട്ടാ. നമ്മളെ ഹരിയില്ലേ, പഞ്ചാബിയുടെ മോളെക്കുട്ടി വരണ്. പഞ്ചാബ് മുളകും കൂട്ടി തിന്നണമെന്നല്ല, പഞ്ചാബിയുടെ മോളെ കൂട്ടി ഇങ്ങോട്ട് വരണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണ്ണാ ഇടപെട്ടോളെ. നമുക്ക് ആകെ ഒരു ചെറുക്കനെ ഉള്ളു, അറിയാലോ. ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. 10,000 അല്ല എത്ര വേണേ ഞാൻ അറിയും. അവന് കൊടുക്കുക 10,000. ആദ്യ രാത്രിയുടെ സെറ്റപ്പ് എല്ലാം കൂടെ ചെലവാക്കി ഒരു 10-30,000 അവൻ്റെ ഒന്ന് വാങ്ങിക്കാം. 2 കൈയും 2 കാലുവാശി കിട്ടണേ അവനെ. ദൈവമേ, കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല്. കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല്. ഇളവയിലാണോ മലരമ്പാണോ ചൊല്ലു ചൊല്ലു. സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നാട്ടിലുള്ള എന്റെ രാജേഷേ, എന്റെ ശശാങ്ക, നീ നോക്കിക്കോ പഞ്ചാബി സുന്ദരിയെ നോക്കി നിൽക്കത്തുള്ളൂ. അത്ര സുന്ദരിയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എന്റെ ദേശത്തുള്ളവന്മാരെല്ലാം കൂടെ കൊതിക്കണം ഇവളെ കണ്ടിട്ട്. മേരാ ദേശവാസിയോ ഇതെവിടെ കയറി പോവാ ഞാൻ. സോനിയ, എത്ര വേണ്ട, പിന്നെ അത്ര മതി. ഇപ്പൊ വെച്ചാ മതി. സോനിയ ഞാൻ കൈസേ അച്ഛൻ ഞാനിതുപോലെ പറയില്ല. അച്ഛനൊക്കെ നാട്ടില. പിന്നെ വേറെ സംസാരിച്ചാൽ മതി. ഞാൻ തല്ലാത്തൊന്നും പറഞ്ഞാൽ മതി. മേരാ കമല കൈസേ, മേരാ ബേട്ട സബ് കുച്ച് അച്ഛാ ഹേ, പൂരാ പൂരാ അച്ഛാ ഹേ. ചേട്ടൻ എന്തായി പറയണ? കൊറേ നേരം ഞാൻ കേൾക്കണം. എനിക്കൊന്നും മനസ്സിലാവണം. മലയാളത്തിൽ പറ. ചേട്ടാ പഞ്ചാബിൽ നിന്ന് നിമിഷം നേരം കൊണ്ട് ബോട്ട് കൊച്ചിയിലെത്തി. ഈ സൂര്യക്ക് അതെ, ഞങ്ങള് മല്ലു സിംഗിന്റെ ഫാമിലി. എനിക്ക് മലയാളം നന്നായി അറിയാം. മലയാളം നന്നായിട്ട് അറിയോ? പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓ, ഇപ്പൊ ഹിന്ദി പറഞ്ഞാൽ കുരുങ്ങി ചത്തനായിരുന്നു. സോണിയ, എന്റെ കൂട്ടുകാരൻ വരുന്നതിന് മുമ്പേ സോണിയ
അകത്ത് പോയി ഫ്രഷ് ആകണേ. ജി എഫ്. എന്താണ് ഈ പറയുമ്പോ ഞാൻ എഫ് കേറ്റി പറഞ്ഞു എഫ് എന്ന് പറഞ്ഞു. അത് ഞങ്ങള് ബഹുമാനം കൊണ്ട് ജി എന്ന് പറയും. കേരളത്തിൽ എങ്ങനെയാ പറയണ? ഛീ, ഇങ്ങനെ പറ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. ഞാനോട് പറട്ടെ. അതിരാത്രിയുടെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ റെഡിയാടാ. ഇനി തിന്ന് മറിച്ചാ മതി നീ. നീ എത്ര പെട്ടെന്നാ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നത്? നിന്റെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആ പഞ്ചാബോടി ചെന്നിട്ട് മോളെ ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് നേരം കുറിപ്പിച്ച് നിശ്ചയൊക്കെ കഴിഞ്ഞ് കല്യാണം നടത്തിക്കൊണ്ടാണ് നേരമില്ലായിരുന്നു. ഞാൻ കേട്ട് ഇന്നലെ ഗുണകൂടാതെ ഡാൻസ് കളിച്ച് നിർത്തിയെങ്കിൽ എനിക്ക് പറയായിരുന്നു. നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു. എടാ അവളെവിടെ? അവളകത്ത് പ്രശ്നമാവുക. എന്നെ എവിടെ പോവാ? ഞാൻ ബ്രഷ് കണ്ടിട്ട് അതിന്റെ പല്ല് കണ്ടപ്പോ മനസ്സിലായി നീ ബ്രഷ് കണ്ടിട്ടില്ല. നീ അങ്ങോട്ട് കാണിക്കാനും പോകണ്ട, അവിടെ വരുമ്പോ കണ്ടാ മതി അങ്ങോട്ട്. തന്നെ. പിന്നെ നീ നാട്ടിൽ കല്യാണമൊക്കെ കഴിച്ചില്ലേ? യാതിരാത്രി എങ്ങനെയാണ്? ആദ്യരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ വന്നിരിക്കും. കുറച്ച് പാലെടുത്ത് ഒരു ഗ്ലാസ്സിലോട്ട് വെക്കും, കുറച്ച് ആപ്പിള് ചെത്തി അങ്ങോട്ട് വെക്കും, ശകലം പൈനാപ്പിള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി സാധനങ്ങൾ, പിന്നെ ഓറഞ്ച് ഉണ്ട്. നല്ല ഓറഞ്ച് ആണെങ്കിൽ കുറച്ച് ഓറഞ്ചും കൂടെ എതിർത്തി അങ്ങോട്ട് വെക്കും. ഞാൻ ആദ്യരാത്രിയുടെ കാര്യം നല്ല ഫ്രൂട്ട്സ് കാർഡ് തുടങ്ങുന്ന കാര്യമാണ്. ആദ്യരാത്രി എങ്ങനെയായിരുന്നു? എന്റെ ആദ്യരാത്രി എങ്ങനെയായിരുന്നു? എനിക്ക് ഹിന്ദിക്കാരില്ല, പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹിന്ദിയിൽ പഞ്ചാബികളപ്പോ ആദ്യരാത്രി പഞ്ചാബിലും തമിഴിലും കേരളത്തിലൊക്കെ ആദ്യരാത്രി ഒരുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഒരു കാര്യം ചെയ്തേ, ഞങ്ങൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളുടെ ആദ്യരാത്രിയൊക്കെ ആലോചിക്കാൻ നോക്കുന്ന സമയത്തെ നിന്റെ പ്ലാൻ എന്താ? ആദ്യരാത്രി ആലോചിക്കണ നീ അല്ലേ? ഞാൻ എന്തൊരു പ്ലാൻ ചെയ്യാൻ? നമ്മൾ പ്ലാൻ പറഞ്ഞ നീ പ്ലാൻ മാറ്റുമോ? പ്ലാൻ മാറ്റണമല്ലോ. നീ എപ്പോഴാ ഇവിടുന്ന് ഇറങ്ങുന്നേ? അതൊരു സംസാരമല്ലേ? നീ ഇവിടെ ഇറങ്ങണം. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ വീടിന്റെ വാടകയും കൊടുത്തോണ്ട് ഫ്രൂട്ട്സ് ഇതാണ്ട് സാധനങ്ങൾ. ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ വലിഞ്ഞു കയറി തിന്നാൻ നിനക്ക് നാണമില്ല. ആ മനസാക്ഷി ഇല്ലാത്തവനെ എന്താണ് മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞു? ഞാൻ ഇവിടെ കിടന്നോളാടെ. ഇവിടെ എവിടെ കിടക്കും? ഇതിന്റെ അടിയിൽ. നിന്റെ അടിയിലോ? കട്ടിലടി കിടക്കുന്നു നീ? നിനക്കെന്നെ അറിഞ്ഞൂടെ? എനിക്കറിയാം. എടാ ആളിയാ ഉറയും കിടന്ന ഞാൻ ശവമാണ്, ശവം. ഈ ശവത്തിന് നാട്ടിൽ എത്ര പിള്ളേരുണ്ട്? 7. ശവത്തിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ നിർമ്മിച്ചെടുക്കാന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യണം, ഒന്നും പറയണ്ട. നീ ഇവിടെ ഇറങ്ങിപ്പോ കൂടുതലും പറയണം, ഇറങ്ങിപ്പോ. സീരിയസ് ആയിട്ടാണോ പറഞ്ഞു? സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. പണ്ട് നീ പഞ്ചാര അടിക്കാൻ വേണ്ടി വന്നപ്പോഴേ, പഞ്ചാര അടിക്കാനോ? അല്ല, പഞ്ചാബിൽ പഞ്ചാര ഫാക്ടറിയിൽ നീ ജോലിക്ക് വന്നപ്പോഴേ അവിടെ നിന്ന് മോലാളി നിന്നെ ഇറക്കി വിട്ടില്ലേ? അപ്പൊ ആരും ഇല്ലായിരുന്നു നിന്നെ നോക്കാൻ. എടാ, ഞാൻ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോ നിനക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരും, ഞാൻ ഒരു മുണ്ട് വാങ്ങിക്കുമ്പോ നിനക്കൊരു മുണ്ട് വാങ്ങിച്ചു തരും, ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ നിനക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരും. പട്ടി അങ്ങനെയാണ് നിന്നെ ഞാൻ നോക്കിയത്. എന്നാലും എനിക്ക് പല്ലിനെ എടുത്തപ്പോ എന്റെ ഒരു പല്ലെടുത്ത് കളഞ്ഞില്ല. എന്നാ നീ നിന്റെ പല്ലെടുത്ത് കളയാഞ്ഞ് കൂട്ടാനാണ്? അങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു. എടാ, നിനക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആ റോഡിൽ നിന്നപ്പോ നിന്നെ വിളിച്ചതാ ഇവിടെ ഈ കട്ടിൽ കൊണ്ടിട്ട് വയറ് നിറച്ച് മാറ്റി തന്നില്ലടാ. നന്ദി ഇല്ലാത്തവരെ. നീ വയറ് നിറച്ച് എനിക്ക് എന്തോ തന്നെ എന്തോ ഒട്ടാക്കി തന്നടാ. ഉരുളക്കിഴങ്ങും കടലും പരിപ്പ് തന്നില്ലേ? ഉരുളക്കിഴങ്ങും കടലും പരിപ്പിലാണ് തന്നെ വയറ് തീർപ്പിച്ചിട്ട് നീ നാട്ടുകാരോട് പറഞ്ഞ് എന്തുവാ എനിക്ക് വയറ് നിറച്ച് തന്നെന്ന്. ഞാൻ ഈ പഞ്ചാബിൽ തൊട്ട് ഗുജറാത്ത് വരെ ഓടി ആ ഗ്യാസ് കളയാൻ വേണ്ടി. വയറ് തീർപ്പിച്ച് ഗ്യാസ് തന്നിട്ട് നീ തന്നെ ഓട കഴിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ല. എന്താണ് ഉടുതുണിക്ക് മറുതുണി? നീ എന്തോ ഉണ്ടാക്കി തന്നെ? എടാ, നീ തുണിയില്ലാതെ ഈ റൂമിൽ നിന്നപ്പോ ഞാൻ തുണി വാങ്ങിച്ചു തന്നില്ലടാ. നീ എന്താ തുണിയാ മാറ്റി തന്നെ? ഞാൻ നിക്കർ വാങ്ങിച്ചു തന്നില്ല. വാങ്ങിച്ചു തന്നില്ലടാ. നീ ഇട്ട് കീറിയ നിക്കറാണ് എനിക്ക് തന്നത്. പുതിയ ഇട്ട് കീറിയ നിക്കറാണ്. ആവശ്യമില്ല സംസാരിക്കരുത്. ഇട്ട് കീറിയതാ. അതെ, ഞാൻ ഇട്ടപ്പോ എന്റെ പുറകിൽ ഒരു കീറലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നത്. അത് ആണുങ്ങൾ ഇടണത് തിരിച്ചിടണമായിരുന്നു. എന്താ പറഞ്ഞാലും വേണ്ടില്ല. നീ ഇവിടെ എന്റെ ഭാര്യയും ഞാനും താമസിക്കുന്നിടത്ത് നീ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. സീരിയസ് ആണ്, നീ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. എന്റെ സുന്ദരി പെണ്ണെ ഇതിൽ കാണിച്ചു തന്നിട്ട് പോട്ടെ. എന്റെ സുന്ദരി പെണ്ണൊക്കെ ഞാൻ കാണിക്കാം. സുന്ദരി പെണ്ണെ അവിടെ നിന്നിട്ട് ഇറങ്ങി എന്റെ പഞ്ചാബി രാജകുമാരി ഇറങ്ങി വരുമ്പോഴേ നീ കൈ ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വെക്കണം. അതെന്തിന്? നിന്റെ വായിന്ന് വെള്ളം വീഴുമ്പോ ഇവിടെ വീഴ്ത്തരുത്. അതുകൊണ്ട് അവിടെ കൂടെ കളയണം. നീ കൈ നീട്ടി പിടിക്കണം. എന്റെ പഞ്ചാബി രാജകുമാരി നിനക്ക് എന്തായാലും സംഭാവന തരാം. അതൊന്നും മെഡിക്കൽ പോയിക്കോട്ടെ, ഇവിടെ നിൽക്കരുത്. 22 ഇരുമ്പ് ഫാക്ടറിയുടെ മുതലാളി. 22 ഇരുമ്പ് ഫാക്ടറിയുടെ മുതലാളി ആവും. എന്നാ നീ സൂചിക്കോടാ. ഇതിന് പരിചയപ്പെടുത്തറ കളി തന്നെ. ഇതിനെ പരിചയപ്പെടുത്താം. അവളെ വിളിച്ചിട്ടേ പരിചയപ്പെടുത്തറ. ഇവ അങ്ങ് സൂയിക്ക് എന്നെ ഇവിടെ കിടന്നു. പഞ്ചാബികള് ഭയങ്കര ആരോഗ്യമുള്ളവരാണ്. അവന്റെ വിളി കണ്ട അറിയാ. എന്തോ പറ്റിയത്? എന്തോ പറ്റിയത്? അവളെവിടെയാ? നിന്റെ ഭാര്യ ഡ്രസ് മാറിനടുത്ത് ഞാൻ എന്തിനു പോണത്? മാറുന്നതല്ല, പിന്നെ അതെന്റെ സോണിയല്ല. അവിടെ മുഖത്തൊന്ന് കളർ കഴുകി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വേറൊരു പെണ്ണാടാ. എന്റെ പെണ്ണല്ല അവള്. സോണിയല്ല, വേറെ ഏതോ പെണ്ണ. ഇതിനെ നോക്ക് കിട്ടിച്ചോണ്ട് വരുന്നത്. ആണ്ട വരണ്ട. ചെക്കൻ പറ്റി അവിടെ ചിക്കൻ പുരട്ടിയതല്ല, അണ്ടർഗ്രൗണ്ടിൽ ഉഗ്രം കളിയാണ്. നാളെ മാറി. ഞാനെങ്ങനെ അറിയും സിക്കന്ദർ പാട്ടി ആരാണ്? സിക്കന്ദർ പാട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പറ. സിക്കന്ദർ പാട്ടി എന്റെ കാമുകൻ. സിക്കന്ദർ പാട്ടിയുടെ കൈ പിടിച്ചല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്.
എടാ പിടിയിട്ടില്ലേ എടാ ഇവളെ കെട്ടായിരുന്ന സിക്കന്ദർ പാട്ടിയ നീ കെട്ടായിരുന്നില്ല പെണ്ണ് അവളെ കൊണ്ടുപോയി മറ്റവളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നീ ഇങ്ങോട്ടും വന്നു സിക്കന്ദർ പാട്ടിയുടെ നമ്പർ ഇട്ടോ കയ്യില്. സിക്കന്ദർ പാട്ടിയുടെ നമ്പർ ഉണ്ടാ ദേ, എഴുതി കയറ്റി വെച്ചു. എഴുതി അങ്ങ് കൊണ്ട് നടക്കുക തന്നെ 76 35 45. ഹലോ സിക്കന്ദർ പാട്ടിയാ? മലയാളത്തിൽ പറഞ്ഞത് ഹിന്ദി പറയണ്ട, സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല. എടാ, നീ ഒരു പെണ്ണിനെ കൊണ്ടുപോയില്ലയോ? നീ ഇടയ്ക്കൊന്ന് ഇച്ചിരി വെള്ളം മാറ്റിട്ട് അവിടെ മുഖം ഒന്ന് കഴുകി നോക്കി കേൾക്കണോട്ടത്. കഴുകി നോക്കിയപ്പോ സുന്ദരിയാന്നു. എടാ അത് എന്റെ പെണ്ണാ. കൊണ്ടുവന്ന് വിളിച്ചോണ്ട് പോവാ. എനിക്ക് വേണ്ടേ അറിയോ? നമുക്ക് പെട്ടെന്ന് ഹൈദരാബാദ് വരെ പോണം. എന്തിന്? വെച്ച് മാറാൻ. എടാ അവൻ ഹൈദരാബാദിന് പോയി. എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടുപോയി. ഇനി വെച്ച് മാറക്കൊന്നും നടക്കൂല. നീ എന്തായാലും കെട്ടാമം കൊണ്ടുവന്നില്ലേ? കെട്ടിയേ പറ്റുള്ളൂ. വേറെ എന്റെ കയ്യെ പിടിച്ചിട്ട് കയറി വന്ന എന്തിനാടി? ഞാൻ പലരുടെയും കൈ പിടിച്ച് ഡാൻസ് കളിച്ചപ്പോ അവരൊക്കെ എന്നെ തട്ടിക്കളഞ്ഞിട്ട് പോയി. ജിയാണ് എന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോയി. അതാണ് നിന്റെ കോഡ്. അതിന് നിന്റെ പേര് സോണിയ എന്നാണോ? ഞാൻ സോണിയെ, മറ്റേത് സോണിയ. എത്ര പേർക്ക് എന്തിനു വേണം? ഒരാൾ കിട്ടാൻ പോരായിരുന്നു. അത്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് വേണ്ട ഇവിടെ എനിക്ക് അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്നെ വഴക്ക് പറയും. അളെ നീ സ്വീകരിച്ചേ പറ്റുള്ളൂ. നീ സ്വീകരിച്ചേ പറ്റുള്ളൂ. എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ പെണ്ണിനെ വേണ്ട. എനിക്ക് എന്റെ സോണിയ മാത്രം മതി. അവക്ക് ഏതാണ്ട് പോലെ തോന്നുന്നു അവള്. മക്കള് എന്തെങ്കിലും ഒന്ന് ചെയ്യണ പെണ്ണ്. ഇറങ്ങി പൊടി വിടുന്ന ഇറങ്ങി പൊടി വിടുന്നു. അയ്യോ അങ്ങനെ പറഞ്ഞ എനിക്ക് പോകാനൊന്നും പറ്റില്ല. എന്നെ വീട്ടിൽ കയറ്റില്ല. എന്നെ വഴക്ക് പറയും. അവക്ക് ചോദിക്കാൻ അവളെ അച്ഛനുണ്ട്. അതല്ല, അവളെ അമ്മയുണ്ട്. അതുമല്ല, ആങ്ങളമാരും അമ്മാവന്മാരുണ്ട്. അളയെ ഇടി വാങ്ങിച്ചു കെട്ടി. അതൊന്നും അല്ല. എന്റെ കെട്ടിയ വഴക്ക് പറയൂന്ന്. ഞാൻ പോട്ടാ ചേച്ചി. ചേച്ചിയാ? പെട്ടെന്ന് വീട്ടിൽ ചെല്ലും. ഭർത്താവ് നോക്കിയിട്ട് കടക്കാപ്പി ഇട്ട് കൊടുക്കുക. അങ്ങാർക്ക് എന്തുമാത്രം വിഷമമാണ് കാണാതിരിക്കും. അല്ല അവന് ആദ്യം പിടിച്ചിരിക്കാ പാവം മനുഷ്യൻ. പെട്ടെന്ന് എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നിയമമുണ്ട്. എന്താ? കല്യാണം കഴിച്ച പെണ്ണുങ്ങള് വേറെ ഏതെങ്കിലും ചെക്കന്മാരെ കൂടെ ഒളിച്ചോടി പോയാ പിന്നെ കുടുംബത്തിൽ കയറ്റൂല. ഈ കല്യാണം കഴിച്ച പെണ്ണ് കല്യാണം കഴിച്ച ഒരു ചെറുക്കനുമായിട്ട് ചേരുന്നുണ്ട്. കുഴപ്പമിട്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല നീ എടുത്ത് എനിക്ക് വേണം. അങ്ങനെ ഓസിന് എല്ലാരും കെട്ടാൻ നിക്കണ്ട. ഞങ്ങളുടെ കുടുംബത്തിൽ വേറൊരു നിയമമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിയമത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരുണ്ട്. നിയമം മാത്രമേ ഉള്ളത്. ഞാനൊന്നും പറഞ്ഞോട്ടെ. കുടുംബത്തെ ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ ഒളിച്ചോടിപ്പോയെന്ന് വെച്ചാൽ അവരുടെ സ്വത്തൊന്നും കുടുംബക്കാരെടുക്കൂല. തിരിച്ച് ആ പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുക്കും. എന്റെ സ്വത്തൊക്കെ എനിക്ക് തന്നെ തരും. നിനക്ക് തന്നെ തരുമോ? നേരത്തെ വെറുതെ ആണോ പറഞ്ഞത്? എന്താ കെട്ടിയെടുത്തോണ്ട് പോയി? അയ്യടാ 25 ഫാക്ടറി നിനക്ക് വേണം ഇല്ലയോ? എനിക്ക് വേണം ഇവളെ. 25 ഫാക്ടറിയുടെ മുതലാളിയായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. ഇണങ്ങല്ലേ എന്നോട് കേട്ടോ? നമുക്ക് പോയിട്ട് നമ്മുടെ സ്വത്തുവകളൊക്കെ എഴുതി മാറ്റിട്ട് വരാം. അല്ല നമ്മൾ പോവണ്ട. നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ലേ? അപ്പൊ നമ്മുടെ പുറകെ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ എന്റെ സ്വത്തൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പെട്ടി ഓട്ടോറിക്ഷയിലടാ വന്നത്. അത്ര കുത്തി സമയോടാ. ഞാൻ പോയി നോക്കിണ്ടോ? വേണ്ട നിനക്ക് ഓട്ടോറിക്ഷ നോക്കാൻ പോലുള്ള യോഗ്യതയില്ല. ഞാൻ പോയി എന്റെ സ്വത്തുവകളെല്ലാം നോക്കിയിട്ട് വരാം. സാധാരണ സ്വത്തുക്കളൊക്കെ സൂട്ട് കേസിലൊക്കെയാണ് കൊണ്ടുവരണല്ലേ. ഇവന്റെ സമയം തന്നെ മൊത്തം കാണുമല്ലേ? അയ്യോ എല്ലാം എഴുതിയെടുക്കും. പകുതി എനിക്ക് താടാ. പകുതി പകുതിയല്ല നീ മുഴുവൻ എടുത്തു. അപ്പൊ നീ വരും പാപ്പരായി പോകില്ലേ? ഇല്ല നീ മുഴുവൻ എടുത്തോടാ. അതെന്താ സംസാരം? പെട്ടി ഓട്ടോറിക്ഷ നിറച്ച് ഇവിടെ പിള്ളേരാടാ. ആ പെട്ടി ഓട്ടോറിക്ഷ നിറച്ചാ ഇവനെ സ്വത്തുക്കളെന്ന് എന്താ പറയാനായിട്ട്? ഏതൊരു അമ്മമാർക്ക് അവരുടെ മക്കളാണ് ഏറ്റവും വലിയ സ്വത്ത്. മെസ്സേജ്. അയ്യോ ഞാൻ ഒരു കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഞാനേ വീട്ടിലോട്ട് പോകും. 22 ഫാക്ടറിയുടെ ഉടമയല്ലേ? ഉടമസ്ഥനും ഉടമസ്ഥയും മറ്റേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടല്ലോ. ഇവിടെ താമസിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോളണം. 4 മാസത്തെ വാടക കൊടുക്കാറുണ്ട് ഇവിടെ കേട്ടോ. അതും കൂടെ കൊടുത്തോളണം. ഞാൻ പോട്ടോടാ. 22 കമ്പനിയുടെ മുതലാളി. അരേ സോണിയാജി. 5Gക്ക് പോലും ഇല്ല ഇത്ര സ്പീഡ്. നല്ല സ്കിറ്റ്. ഒരു നല്ല ഗൈഡ് വരട്ടെ. ഷാജോൻ ചേട്ടാ 3 പേരും നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. നന്നായി. മനോജ് എന്ത് ശബ്ദത്തിന് എന്ത് പറ്റി? പനിയാണല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പെർഫോമൻസിൽ കുറച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം മനോജിൻ്റെ വരെ ഫുൾ എനർജി എടുത്ത് ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതർവൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ബിജു എനിക്ക് തോന്നുന്നത് കുറേ നാൾ കൂടിയാണല്ലേ ടെൻഷൻ പിടിച്ചാൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. കുറേ നാൾ കൂടിയാണ്. നന്നായിരുന്നു. ദീപ്തിയാണ്. ദീപ്തിയുടെ ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. ക്ലൈമാക്സ് പോർഷൻ വന്നപ്പോൾ എന്തോ ഒരു സുഖക്കുറവ് അത് വരെ വന്നതിൻ്റെ നന്നായിട്ടൊന്ന് ചിരിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ഫീൽ ചെയ്തില്ല. ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത സമയത്ത് പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക നല്ല രസമുള്ള സാധനമായിരുന്നു കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നല്ല രസമായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു.
എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ? മനോജ്, ദീപ്തി, ബിജു, പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരും കിട്ടിക്ക് കളഞ്ഞു കേട്ടോ. അടിപൊളിയായി. കാരണം നമ്മൾ വേറെ ഒന്നും നോക്കില്ല, നിങ്ങളുടെ കളി എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമുക്ക് കാണാൻ പറ്റി. എല്ലാ കൗണ്ടറുകളും നല്ല രജിസ്റ്ററായി. മനോജിൻ്റെ വയ്യാഴിക ഒഴിച്ചാൽ ബാക്കി ദീപ്തി നന്നായിരുന്നു. ബിജു, നിങ്ങൾ പൊളിയാണ് കേട്ടോ. നിങ്ങളൊരു ക്യാരക്ടർ തന്നാൽ എന്ത് രസമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു നല്ല ടൈമിംഗ് എടുത്ത് അതിൻ്റെ വേരിയേഷൻ വരുത്തി ഒന്നും ചീറ്റി പോകാതെ വലിയ അലർച്ച ബഹളങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ആ സ്കിറ്റ് കളിച്ചു കൊടുത്തു. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. അർജുൻ ബ്രോ? ഹലോ ചേച്ചി, നമസ്കാരം. അച്ഛൻ്റെ കൂടെയൊക്കെ സ്കിറ്റിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും കൂടെ പോകും. അപ്പൊ തൊട്ടുള്ള പരിചയമാണ് ചേച്ചിയായിട്ട്. പിന്നെ ഒന്നും പറയാനില്ല, അറിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്ക് സ്കിറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ സ്കിറ്റ് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭാഗ്യം, അടിപൊളി, ഭയങ്കര ഹാപ്പിയായി, എൻജോയ് ചെയ്ത്, അടിപൊളി. താങ്ക് യു. മഹിമ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിലെ മറ്റേ കഞ്ചാവ് കൂട്ടി മുളകടിക്കാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാൻ അർജുനോടെയും അർജുൻ ഭയങ്കര ചിരി അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സൂപ്പർ. അല്ല മഹിമ, ഇവിടെ സാധാരണ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഷാജോനാണ്. ഈ ഷാജോൺ എന്ന് കടത്തി വെട്ടി മഹിമ. എനിക്ക് എന്താ വിഷമം എന്ന് അറിയാം, ഇടയിൽ കുറച്ചൊക്കെ മനസ്സിലാവാത്തപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു. ഹായ് ചേട്ടാ, എൻ്റെ ഭയങ്കര ഒരു വലിയ ആഗ്രഹമായിരുന്നു ഏതൊരു ഫ്ലോറിൽ ഇരുന്നിട്ട് ലൈവായിട്ട് എപ്പോഴെങ്കിലും ഒരു സ്കിറ്റ് കാണുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ പനിയുടെ കേസൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ സ്ഥിരം കാണുന്നോണ്ടായിരിക്കും ചേട്ടാ. അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര അസൂയാണ് ഈ സ്കിറ്റ് പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇത്രയും ഡയലോഗ് കാണാൻ പഠിച്ച് ഇത്രയും ടൈമിങ്ങിൽ ഒറ്റ അടിക്കുന്ന പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ, കാരണം നമ്മളൊക്കെ ഒരു കട്ട് എടുക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി. താങ്ക് യു ശ്യാമേ. അപ്പൊ കൈയോടെ നമുക്ക് മാർക്ക് വാങ്ങിക്കാം അല്ലേ? നസീർക്ക, എത്ര കൊടുക്കാം നമുക്ക്? ഒരു 15,000 രൂപ കൊടുത്തേക്കാം. 15,000 രൂപ. അടിപൊളി. ചേട്ടാ? ഞാനൊരു 16 കൊടുത്തു. 31,000 രൂപയായിട്ടുണ്ട് ഷാജൻ ചേട്ടാ. അപ്പൊ അതാ ബാക്കി അതോടെ ചേർത്ത് മനോജിന്റെ പനി എല്ലാം കൂടെ മാറാനായിട്ട് ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. അടിപൊളിയാണ്. ഓക്കെ, 4 മാസത്തെ വാടക കൊടുക്കണം, കൊടുക്കാനുള്ള കാശുണ്ട്, ഒരു പുതിയ ജീവിതം തുടങ്ങണം, പെട്ടിരിക്കാന്നറിയാം, എന്നാലും എങ്ങനെയൊക്കെ കരകയറി വരണം. ശരി, ഓക്കെ. അർജുൻ ബ്രോയുടെ ക്യാരക്ടറിനെ പറ്റി? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഷബീർ എന്നാണ്, ഷബീർ അലി. അപ്പോൾ അതില് ബിൻഡോനെയും ഷിൻഡോനെ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ആള് ഞാനാണ്. അപ്പോൾ ഷിൻഡോ എൻ്റെ കൂട്ടുകാരനാണ്. ഷിൻഡുവിനെ കാണാനില്ല, അതാണ് ട്രെയിലറിൽ ഫസ്റ്റ് ബിൻഡുവിനെ വിളിച്ച് പറയുന്നത്. ക്യാരക്ടർ വൈസ് ഭയങ്കര ടെൻഷനും ഭയങ്കര പേടി, അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല, അങ്ങനത്തെ ഒരു മച്ചാനാ. പക്ഷെ ഒരു പോയിന്റിന് ശേഷം ഇവൻ വേറെ ലെവലിലേക്ക് അങ്ങോട്ട് മാറും, ഫ്ലിപ്പാവും. ഷിൻഡോക്ക് വേണ്ടിയൊന്നല്ല, അപ്പൊ മൊത്തം എല്ലാവരും ചെറിയ കിളി പോയ ചെറിയൊരു ഫ്ലിപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും. അത് ആ പടത്തിന് അനുയോജ്യമായതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചേക്കണം. നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലോ. ഒരു ലോകപ്രസിദ്ധനായ ആർട്ടിസ്റ്റാണ്. ലോകപ്രശസ്തനോ? എന്നാര് പറഞ്ഞു? ലോകപ്രശസ്തൻ. കൊളസ്ട്രോൾ, ഷുഗർ ഇത്യാദി രോഗങ്ങൾക്കെല്ലാം ലോകപ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റാണ്. ലോകപ്രശസ്തൻ ഞാൻ പറഞ്ഞോ? അങ്ങനെ ഞാൻ പറയത്തില്ലല്ലോ, എനിക്ക് പോലും ഇയാളെ പലപ്പോഴും അറിയത്തില്ല. ഇതെങ്ങനെ ഞാൻ പറയുന്നത്? ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഞാൻ ബ്രേക്ക് ചെയ്ത് ക്ലച്ച്. ഇദ്ദേഹം ബ്രേക്ക് ഡാൻസ് കളിക്കും, ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. ഇത് ബ്രേക്ക്, ഞാൻ ക്ലച്ച്. ഇദ്ദേഹം ഡിസ്കോ ചന്ദ്രൻ, ഞാൻ ബ്രേക്ക് ശാന്ത. നമ്മളതൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മുടെ വന്ന വിഷയം. ഞങ്ങളിപ്പോ വന്നെന്ന് പറഞ്ഞാലേ, നിങ്ങളുടെ ബ്രോമൻസ് എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഇറങ്ങിയല്ലോ, ആ ടീച്ചർ കണ്ട് അതേ പിടിച്ചാണ് ഞങ്ങൾ കയറി വന്നേക്കുന്നത്. ഇപ്പൊ തട്ടിയോ കളയല്ലോ ഒന്ന്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആ പടമൊക്കെ ഗംഭീരം. എന്തിനാ അതൊക്കെ കൊടുക്കുന്നേ? അതൊക്കെ കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? വെറുതെ കിടക്കട്ടെ. വെറുതെ അങ്ങനെ പറ്റത്തില്ല. എന്താണെന്നറിയാമോ, ഇദ്ദേഹം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇവരെടുത്ത് കളിച്ചേക്കുന്നത്. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതല്ലേ? തീർച്ചയായിട്ടും ഷോബി മാസ്റ്ററാണ്. അത് വിടറി, ആ കേസ് വിട്. അവർ രക്ഷപ്പെടട്ടെ. എന്റെ പല്ലെടുപ്പിക്കാൻ മെയിൻ ആയിട്ട് ദന്തിസ്റ്റല്ലേ? സാധാരണ നാട്ടുകാരാണ് എന്റെ പല്ല് എടുക്കാറ് ഡാൻസ് കഴിഞ്ഞാൽ. കണ്ട ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോ ബാബളെന്നാ കിടന്ന് ഇങ്ങോട്ട് മറക്കേ. അതാണ് പറഞ്ഞേ. കോപ്പിറൈറ്റിന്റെ കാര്യം പറയാനില്ലേ നമ്മൾ കയറി വന്നത്? കോപ്പിറൈറ്റ് പറയണം, അത് തന്നെയല്ല. എന്റെ സ്റ്റെപ്പ് മോഷിച്ച് നിങ്ങൾ സിനിമയിൽ യൂസ് ചെയ്യുന്നു, അതുപോലെ പലയിടത്തും വൈറലായ ഡാൻസ് കളിക്കുന്നു. അയ്യോ, എന്റെ സ്റ്റെപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച സാധനമല്ലേ അത്. ഇദ്ദേഹത്തിന്റെ അഴകിയലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞു കൊടുക്കടി.
ഇവനെന്ത് സ്റ്റൈലാ? അടടാ പൂവിൻ ചേച്ചി ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? നന്നായിട്ടൊന്ന് കാണിക്ക് പിടിച്ചാ. കണ്ടില്ലെന്നാ കൊച്ച് കാണിച്ചേ. അഴകിലയിലൂടെ നീ പറഞ്ഞു കൊടുക്കണി. ഈ അഴകിലയില ഉണ്ടല്ലോ, ഇങ്ങനെ അഴകിലയില സ്റ്റേജിൽ അങ്ങോട്ട് ഇട്ടിട്ട് ആ ലൈല അവിടെ കിടന്ന് പെറുക്കി എടുത്തോണ്ട് പോകായിരുന്നു. എന്റെ ദൈവമേ, അഴകിലയിലേയും കൊണ്ട് ഞാൻ വീട്ടിൽ പോകാൻ പറ്റോ? പാട്. ഇതാണോ ഞാൻ പറയാൻ പറഞ്ഞത്? എന്നെ ബൂസ്റ്റ് ചെയ്ത് പറയാനല്ല പറഞ്ഞത്. അതിപ്പോ ആദ്യം പറയണ്ടേ, ആ കൊച്ചു നന്നായിട്ട് സ്റ്റെപ്പ് പോലും കണ്ടില്ലായിരുന്നു നിങ്ങളുടെ സ്റ്റെപ്പ്. ഞങ്ങള് സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഓരോരുത്തർ അതെടുത്തോണ്ട് കോപ്പി അടിക്കുന്നു. അറിവില്ലായ്മയെന്നു. അതെ, പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കൂ? പിന്നെ ഇതിനിടയ്ക്ക് പുസ്തകം വായിക്കും. ഞാൻ ഷേക്സ്പിയറുടെ ഒത്തല്ലോ വായിച്ചിട്ടുണ്ടല്ലോ. ഒത്തല്ലോ അതോ ഒതല്ലോ? അതിപ്പോ പറഞ്ഞപ്പോ ഒത്തല്ലോ. എന്താ പറഞ്ഞു? പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഭരതമുനി എന്താ പറഞ്ഞെന്ന് പറയാോ? നാട്യശാസ്ത്രത്തിലെ ഭരതം എന്താ പറഞ്ഞത്? ഇപ്പൊ പല ഭരതമുനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിരിക്കും. ഞാനുമായിട്ട് അത്ര സെറ്റപ്പല്ല പുള്ളി. അതുപോട്ടെ, എന്തായാലും ഗംഭീരമാവട്ടെ, പടമൊക്കെ നന്നായി വരട്ടെ. എന്റെ സ്റ്റെപ്പുകൾ മോഷ്ടിച്ചാണെങ്കിലും അടുത്ത പടത്തിലെങ്കിലും എന്നെ കൊറിയോഗ്രാഫറായിട്ട് വിളിക്കണം. പക്ഷെ ഞങ്ങൾ ഏത് സ്റ്റെപ്പാ മോഷ്ടിച്ചത്? ഏത് സ്റ്റെപ്പാ മോഷ്ടിച്ചെന്ന് പറഞ്ഞു? ഇദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറച്ച് അത് ഏതായിരുന്നു? പറഞ്ഞുതരാം. ഞങ്ങളുടെ ജീവിതശൈലി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതില് 20 കോഡ് വെച്ചാണ് ഞങ്ങൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട 3-4 ഒന്ന് കാണിക്കാമോ? പ്ലീസ് സർ. ഭയങ്കര വിഷമമായി അത്. പ്ലീസ്. പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം കോസ്റ്റ്യൂംസ് എടുത്തിട്ടില്ല. പിന്നെ ഫ്ലിക്കർ ലൈറ്റ് അടിച്ചാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അല്ല, മാസ്റ്റർക്ക് ഇപ്പൊ എന്ത് കോസ്റ്റ്യൂം ഇട്ടാലും പ്ലീസ് മാസ്റ്റർ. നിങ്ങളിപ്പോ സ്വന്തമായിട്ട് കോസ്റ്റ്യൂം ഒക്കെ എടുക്കുന്ന ആളാണല്ലോ, ഇന്നെന്താ മറന്നുപോയെ? ചെറുതായിട്ട് കരുതി അതെ, എന്തെങ്കിലും ഒന്ന് കാണും. സഹായിക്കണേ. ഒന്നുമില്ല, നമ്മ ഡിസ്കോ അടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സാധനം കിട്ടണം, അതാണ്. ഞങ്ങളെ ജീവിതശൈലി കണ്ടു പഠിച്ചോളാം കേട്ടോ. സ്റ്റെപ്പ് നമസ്കാരം ഒരു സാധനം അടിപൊളി അടിപൊളി. ഭയങ്കര ടഫ് സ്റ്റെപ്സ് അല്ലേ? ഇത് നിങ്ങൾ കോപ്പി അടിച്ചില്ലേ? ഇത് ഞങ്ങൾക്ക് പറ്റില്ല. ഇത്രയും പെർഫെക്ഷനോടെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് കളിച്ചത്? എന്റെ വൈഫിനോട് ഡാൻസ് കളിക്കൂ. വേണം കേട്ടോ. ഒരു വെല്ലുവിളിയായിട്ടാണോ? വെല്ലുവിളി എടുക്കണം നിങ്ങൾ. ആയിക്കോട്ടെ. പിന്നെ അല്ല. ഓ കുട്ടി പിടിക്കുക കേട്ടോ. ഇവരെ രണ്ടുപേരും തോറ്റേ പകുതിക്കച്ച് നിർത്തി കളഞ്ഞ്. കുട്ടി മഹിമ കട്ടക്ക് പിടിച്ചെന്നല്ലേ? അടിപൊളിയാണ് കേട്ടോ. സമ്മതിക്കണം. ചെയ്ത് കളഞ്ഞു. ഇനി എനിക്ക് ഡാൻസ് കളിക്കണമെന്നൊരു മൂടില്ല. മൂടില്ലേ കേട്ടോ? ഓക്കെ. എന്നാ പിന്നെ ഇല്ല. അല്ല, ഒരു മിനിറ്റ്. ഹലോ. ആ, പ്രൊഡ്യൂസർമാരാരാ? ഇല്ല പൊക്കോ. ഓക്കെ. ആ, സെക്യൂരിറ്റി ഇവിടുത്തെ ആ മീശ വെച്ച് പുള്ളി എന്താ ഇവിടെ കിടന്ന് കോക്കാൻ പറ്റുവാണെങ്കിൽ ഇറങ്ങിപ്പോ പോയും തരൂലെന്ന്. 2 കൂപ്പൺ തന്നായിരുന്നല്ലോ. അത് മിക്കവാറും മേടിച്ചെടുക്കുമ്പോ അടുത്ത പടത്തിലെ എന്റെ ചേട്ടന് കൊറിയോഗ്രാഫി ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം. അപ്പൊ ഈ പടത്തിന് എല്ലാവിധ ആശംസകളും. ആ വാച്ചിന് ഭയങ്കര സെക്യൂരിറ്റി ഏത് വഴിക്ക് പോയല്ലേ? എന്തായാലും അവരുടെ കൂടെ നല്ല വൈബായിട്ട് ഇവർക്കൊരു നല്ല കൈ. പിന്നെ ബാക്കി സിനിമയുടെ കുറച്ചുകൂടെ വിശേഷങ്ങൾ പറയാം. ബാക്കിയുള്ള കാസ്റ്റ് ഇതില് മാത്യു മേജർ റോൾ ചെയ്യുന്ന, പിന്നെ സംഗീത് പ്രതാപ്, നമ്മുടെ സ്വന്തം അമൽ ഡേവിസ്. അവനൊരു കലക്കൻ ഹാക്കർ. ട്രെയിലർ കണ്ട പോലെ ഒരു ചീത്തപ്പൊളി ഹാക്കറായിട്ട് വന്ന പടത്തില്.
അത് വേറെ പൊളി പൊളിച്ചിട്ടുണ്ട്. പിന്നെ ബിനു പപ്പു, ബിനുചേട്ടൻ, പിന്നെ കർണാടകയിൽ നമ്മൾ കുറച്ച് ആക്ടേഴ്സിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഭരത് ബൊപ്പണ്ണ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്. അവൻ തമിഴിൽ AL വിജയ് സാറിന്റെ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, കന്നഡ പടം ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട് തെലുങ്ക് ഒരു പടം. അപ്പൊ അവനാണ് വില്ലനായിട്ട് പടത്തിൽ ചെയ്യുന്നത്. പിന്നെ DOP അഖിൽ ജോർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2018 ഐഡന്റിറ്റി ഒക്കെ ചെയ്ത DOP. മ്യൂസിക് ഗോവിന്ദ് വസന്ത. പിന്നെ എഡിറ്റിംഗ് ചമൻ ചാക്കോ, നമ്മുടെ സ്വന്തം ചമൻ ചാക്കോ. പിന്നെ സ്റ്റണ്ട് ചെയ്ത് സുപ്രീം സുന്ദർ സാറുണ്ട്, മാഫിയ സാറും കൊണ്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് സ്റ്റണ്ട് ചെയ്ത് സുപ്രീം സുന്ദർ സാറാണ്. അത് വേറെ ഞങ്ങൾ രണ്ടുപേരാണ് ചെറിയ പാർട്ട്നേഴ്സ്. ഞാൻ ഷാൻ ചേട്ടൻ, ഞാൻ തൂക്കി കൊടുക്കും, ഷാൻ ചേട്ടൻ ഇടിക്കും. ബേസിക്കലി എന്താ വെച്ചാൽ ഈ പടത്തിലെ ക്യാപ്റ്റൻ ADJക്ക് അറിയുന്ന നോളജ് തന്നെയാണ് മൊത്തം കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ ഒരു ഡൗട്ടില്ലായിരിക്കും എന്താണ് അടുത്തത്, എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് ആരെടുത്ത് വെച്ചാലും ഇപ്പം ചെയ്യാൻ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർ ഫ്രീ, ഭയങ്കര ചില്ലായിട്ടാണ് വർക്ക് ചെയ്തത്. നമുക്ക് അത്ര ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു. അച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം നമ്മൾ ദൈവാനുഗ്രഹിച്ച് സീനിയേഴ്സും ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം വേറെ വേറെ വൈബുകളാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ADJയുടെ കൂടെ ഉള്ളവരാണെങ്കിലും ഒക്കെ ആ ഒരു വൈബായിരുന്നു. നമുക്ക് ഇതിനകത്ത് ആരാ ഡയറക്റ്റ്, ഇത് ആരൊക്കെയാണ്, ഇത് എന്തൊക്കെ ചെയ്യാം, എല്ലാവരും ഒരുപോലെയാണ്. ചില സ്ഥലത്തോടൊക്കെ ചുമ്മാ മുണ്ടോ കൊടുത്തുകൊണ്ട് ഇറങ്ങുക പണിയാണ്. പിന്നെ ഇനി ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് അർജുനെ തന്നെ വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് റിലാക്സ് ചെയ്യാം. ഒരു ചീത്തപ്പളി വിളിക്കാൻ പോവാം. നിങ്ങളിരുന്നോ? അർജുനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ അർജുനെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ അദ്ദേഹത്തെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വെൽക്കം അശ്വന്ത്. അശ്വന്ത്, വെൽക്കം ബാക്ക്. താങ്ക് യു കേട്ടോ. ആളെ കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ അങ്ങട് അല്ല, ഞങ്ങളെപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മള് ജൂൺ തൊട്ടുള്ള പരിചയമുണ്ട്. ജൂൺ ഇവന്റെ വീടിന്റെ അടുത്ത ഷൂട്ട് ചെയ്ത. അപ്പൊ ഇവൻ സൗബിക്കയുടെ വോയിസ് ആണ് എടുത്തിട്ടിരുന്നത്. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ചേട്ടാ ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് TV-ൽ. അപ്പൊ ഒരു കാര്യമുണ്ട്, സൗബിക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ നൈസായിട്ട് അയച്ചൊക്കെ കൊടുത്തിട്ട് സൗബിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് തൊട്ടുള്ളൊരു പരിചയം, 2018 തൊട്ടുള്ള പരിചയം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അർജുനോടൊരു പടത്തിലൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് ആദർശിക്കയുടെ. പിന്നെ അർജുനയുടെ ഫാമിലിയായിട്ടൊക്കെ എനിക്ക് അടുത്ത അടുപ്പമുണ്ട്, ഒരു ബ്രദർഹുഡ് എപ്പോഴും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ കാണുമ്പം എടവാ ദൂരി എന്ന് പറഞ്ഞായിരിക്കും നമ്മളെ വേദിയിലോട്ട് നമ്മളെ സ്വാഗതം ചെയ്തത്. അപ്പം ഒരുപാട് സന്തോഷം. എനിക്ക് ഇങ്ങനെയൊക്കെ കാഷ്വലായിട്ട് അർജുൻ ചേട്ടൻ ഇങ്ങോട്ട് പറയാൻ പറ്റുള്ള സത്യം പറഞ്ഞു. അപ്പോൾ അർജുൻ ചേട്ടൻ്റെ വോയിസും കുറച്ച് വോയിസും ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ചീത്ത പറയരുത് കേട്ടോ, എനിക്ക് ഭയങ്കര ചമ്മല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞോണ്ട് ഈ സ്റ്റേജിൽ സംസാരിച്ച ആ ഒരു ടോൺ, ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു വേദിയാണ്. ഞാൻ ഒരുപാട് നാളായി ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരാൻ സാധിച്ചാൽ അതിയായ സന്തോഷം. ഷാജൻ ചേട്ടൻ എല്ലാവരും നമ്മുടെ പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു കംപ്ലീറ്റ് ഫൺ റൈഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമാണ്, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ പാക്കേജാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും പോയി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കാനും മറക്കരുത് കേട്ടോ. ഇത് തന്നെ ഭ്രമയുഗത്തില് വേറൊരു ഇത് കരുക്കള്, ഇത് രണ്ടും പകിട വീഴുന്നുണ്ടോ നോക്കി കരുനീക്കണം. ആദ്യയുടെ കരുവത്തിനോട് വിജയിക്കും. ഒക്കെ ഒരു ഭാഗ്യം പോലെ. സംഗീതം ദൈവകലയാ. നാട് നിങ്ങളെ പാടി നടന്ന് മോക്ഷത്തിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, അടിയന് പോവാതെ വയ്യ. എന്തൊരു തേജസ് മുഖത്ത്. ഇനി കുറച്ച് വേറെ ചെയ്തോ. അപ്പം ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ചിത്രം പണി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ജോജി ചേട്ടനെ വിറപ്പിച്ചൊരു വില്ലൻ സാഗർ സൂര്യ. സാഗറിന്റെ അതിനകത്തൊരു ക്യാരക്ടർ ഗിരിയേട്ടൻ. നീ ആരടാ? നീ ആരെന്റെ അപ്പനെ തല്ലാൻ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കടാ. നീ ആരാ? ഡോണാ? ഞാനാണ് ഡോൺ, ഡോൺ സെബാസ്റ്റ്യൻ. അയ്യോ മോളു, എനിക്കിപ്പോ വരാൻ പറ്റില്ല, എന്റെ പണി കഴിഞ്ഞിട്ടില്ലേ. താങ്ക് യു. ഇനി അർജുട്ടാ സൗബിക ഈ വേദിയിൽ വന്ന അല്ല ഒരുപാട് സന്തോഷമുണ്ടോ. സത്യം ഭയങ്കര ആദർശമായിട്ട് കിട്ടിയൊരു വേദിയാണ് കേട്ടോ.
ഷാജൻ ചേട്ടൻ എന്താണ് ഇതേ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് നസീർക്ക ചിരിക്കും എന്താണ് ഇത് ചിരിച്ചോണ്ടിരിക്കും നിങ്ങൾ ചിരിക്കും കുറച്ചെങ്കിലും ചിരിക്കും കഷ്ടമാണ് കേട്ടോ ഇതെന്താണിത് ഈ ചൂടത്തി സ്വെറ്റർ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമേ കേട്ടാ നിങ്ങൾ മാത്രമേ ഉള്ളു മഹിമ നിന്റെ കോസ്റ്റ്യൂമും മനസ്സിലാവുള്ള സോഫയും മനസ്സിലാവുള്ളത് ശ്യാമേ JK ഞാൻ അങ്ങോട്ട് പറയാൻ വരും ഒന്ന് പറയാവുന്ന ഞാൻ ആ റോള് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര നമ്പായി പോയി നീ തന്നെയാണ് ആപ്റ്റ് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചത് എടാ അച്ചു നീയെ പോതറാ നീ എവിടെയായിരുന്നു ഇവിടെ നീ മിണ്ടാതിക്കണം എൻ്റെ അടുത്ത് പുതിയ BMW എടുത്തു കഴിഞ്ഞപ്പോ നീ നമ്മളെയൊക്കെ മറന്നു നീ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോന്നാ പോരായിരുന്നു നമുക്ക് പെട്രോളിന്റെ കാശൊക്കെ ചെലവാക്കാൻ പറ്റത്തില്ല ആ പറവ 2 വരുന്നുണ്ട് അതിനകത്ത് ഇവനുണ്ടാവൂല കേട്ടാ പറവ 2 നീ കട്ട് എന്തായാലും അതേ സന്തോഷം നമ്മുടെ അരിയൻ കൊച്ചാട് അർജുൻ അച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കണം അപ്പം അച്ചുവിൻ്റെ പുതിയ പടം വരുന്നുണ്ട് ബ്രൊമാൻസ് എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം വലിയൊരു വിജയമാറ്റിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ഇനി മഹിമ ചേച്ചിക്ക് വളരെ ഫേവറേറ്റ് ഉള്ള ഒരു ആക്ടറുണ്ട് ഉണ്ണിച്ചേട്ടൻ ഈ വേദിയിൽ വന്ന ഞങ്ങളുണ്ടാവും ഒരുപാട് സന്തോഷം ഞാൻ കുറെ നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനൊരു ചാനൽ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത് ആക്ച്വലി 2024 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഹാപ്പിയുള്ളൊരു വർഷമായിരുന്നു അസുവിനോ മാർക്കോ ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഓഫ് അറ്റൻഷൻ കിട്ടിയ ഒരു മൂവിയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തി നിൽക്കുന്നു ഇനിയിപ്പോൾ ഒരുപാട് എൻ്റർടൈനർ മൂവീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അർജുൻ ഞാനൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ശ്യാം ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവർ JK ഇറ്റ്സ് ജസ്റ്റ് കിഡിങ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് താങ്ക് യു നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ച് മറന്നുപോയി ചേട്ടാ യാ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് അത് എന്താന്ന് വെച്ചാൽ JK ജസ്റ്റ് ഞാൻ നിന്നെ പരിചയമാണ് മഹിമ ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചു നീ ഫോൺ എടുത്തില്ല ഞാൻ നിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു നീ എനിക്ക് റിപ്ലൈ വന്നില്ല കുഴപ്പമില്ല ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏകദേശം തീരുമാനമായി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചാൽ അപ്പോൾ ഇനി മാർക്കോ എന്ന ചിത്രത്തിനകത്ത് വേറൊരു ടോണാണ് എൻ്റെ വിക്ടറിനെ കൊന്നവരാരാണെങ്കിലും ശരി അവരെ ഞാൻ ചോര കൊണ്ട് കുളിപ്പിക്കും തീ കൊണ്ട് പൊതിയും മണ്ണ് കൊണ്ട് മൂടും മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും ഞാൻ വന്നപ്പോൾ മുതൽ കുറേ ചെന്നായ്ക്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി യു നോ വൺ തിങ് യു ആർ ഡീലിംഗ് വിത്ത് എ റോങ് പേഴ്സൺ താങ്ക് യു അതുപോലെ പ്രണവ് മോഹൻലാൽ മഹിമ ഐ എം ക്രേസി അബൌട്ട് യു ഐ ലവ് യു ദ മിനിറ്റ് ഐ സോ യു നീ മുടി കെട്ടി വെക്കുന്നതിനേക്കാൾ നല്ലത് മുടി അഴിച്ചിടുമ്പോൾ നിന്നെ കാണാൻ അടിപൊളിയാണ് എനിക്ക് നിൻ്റെ ഒരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇഫ് യു ആർ റെഡി ടു ഡു ഞാൻ അച്ഛയെടുത്ത് പറഞ്ഞൊരു പടം സെറ്റ് ചെയ്യാം ഇവൻ വേറെ ആളുടെ സൗണ്ട് വെച്ച് അപ്പല്ലേ അത് ഉണ്ണിച്ചേട്ടല്ലേ അശ്വന്തേ മോനെ ഒന്നും പറയാനില്ല വൻ പൊളിയായിരുന്നു താങ്ക് യു ഗംഭീരമായിരുന്നു എല്ലാം കലക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഒന്നും പറയേണ്ട കാര്യം മലയാളികൾക്ക് അറിയാം അശ്വന്ത് ആരാണ് അശ്വന്തിന്റെ ലെവൽ എന്താണെന്നൊക്കെ അറിയാം കലക്കി മോനെ അടിപൊളി ചേട്ടാ പ്രചോദേട്ടാ അശ്വന്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ അനുകരിക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ വെച്ച് നമ്മളെ അനുകരിക്കുക അതിൽ അയാൾ കണ്ടെത്തുന്ന സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഇന്ന് അർജുൻ തന്ന ഒരു സ്നേഹവും ഒരു പരിഗണനയുമാണ് ഇനി നമുക്ക് മുമ്പോട്ടുള്ള ജേണിയിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഇതിനെ നിങ്ങളൊരു നല്ല എല്ലാവരും ബിഹേവ് ചെയ്യാൻ നിങ്ങൾ പെരുമാറ്റം നല്ലതാണ് അശ്വന്ത് അത് കീപ്പ് ചെയ്യുക അടിപൊളി അത്ര പറയാം താങ്ക് യു പ്രചോദേട്ടാ മഹിമ അടിപൊളിയായിരുന്നു അതിൽ സൗബിനിക്കനും ചെയ്തതൊക്കെ പുള്ളിക്കാരൻ ശരിക്കും എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അടിപൊളിയായിരുന്നു സൂപ്പർ താങ്ക് യു ശ്യാമേ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം അവനെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് താങ്ക് യു ശ്യാമേ താങ്ക് യു അടിപൊളിയായിരുന്നു എപ്പോഴും അശ്വത് വരുമ്പോ നമുക്ക് വേറെ തന്നെ ഐറ്റങ്ങളാണ് തരാനുള്ളത് ഇപ്രാവശ്യവും ഐറ്റം വേറെ ആയിരുന്നു ഇത് ഐറ്റം വേറെ കുറച്ച് സമയം ഞങ്ങളുടെ കുടുംബത്തിലിരുന്ന് ഞങ്ങളുടെ സ്കിറ്റ് ഞങ്ങളുടെ ഇവിടുത്തെ അലമ്പൊക്കെ കണ്ടു എങ്ങനെയുണ്ട് ഇത് ഐറ്റം വേറെ ശ്യാമേ ഇത് ഐറ്റം വേറെയാണ് അല്ല ഭയങ്കര അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരുന്ന ഗസ്റ്റ് ആയിട്ടിരുന്ന് കാണുന്നത് ഭയങ്കര അടിപൊളിയാണ് ഈ ആർട്ടിസ്റ്റിനോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ച് എന്തായാലും ഞങ്ങൾക്കൊക്കെ ഒരു ലെസണാണ് ഞങ്ങളെ പോലെ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ലെസണാണ് അതിൻ്റെ ലെജൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് പറയേണ്ട കാര്യമില്ല എന്തായാലും താങ്ക് യു ഞങ്ങൾ ഇവിടെ വിളിച്ചതിന് വളരെ സന്തോഷം താങ്ക് യു ശ്യാമേ മഹിമ
ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം നേരത്തെ ശ്യാം പറഞ്ഞ പോലെ ടി വിയിൽ മാത്രമൊക്കെ അല്ലേ ഇങ്ങനെയുള്ള സ്കിറ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ട് കാണണം എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഇവരെങ്ങനെ നമ്മളൊക്കെ ഓരോ ഡയലോഗൊക്കെ ഇങ്ങനെ പഠിച്ച് കട്ട് ചെയ്ത് പറയുന്ന ഒറ്റയടിക്ക് ഇത്രയും സ്ട്രെച്ചിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളൊക്കെ ഒരു കൗതുകമാണ് എനിക്ക്. അപ്പം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു. എല്ലാത്തിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അർജുൻ ബ്രോ പൊളിയാണ്, വേറെയാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഇങ്ങനത്തെ സ്കിറ്റും റിയാലിറ്റി ഷോ ഒക്കെ ഉള്ളപ്പോൾ മിസ് ചെയ്യാറില്ല. കാരണം എല്ലാ ഓഡിയൻസിനും ടി വിയിൽ വരുമ്പോൾ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് ഇത് കണ്ട് അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻറ്റാണ്. കാരണം അച്ഛൻ ഗസ്റ്റായിട്ട് പോകുമ്പോഴും കൂടെ പോയി ഇരിക്കാറുന്നൊക്കെ ഒരു മൊമെൻറ്റും ഞാൻ മിസ് ചെയ്യാറില്ല, വരാനും ഗസ്റ്റായിട്ട് വരാനും. അപ്പോൾ വളരെയധികം സന്തോഷം. ഇവിടെയും കൂടി വരാനുണ്ടാവുള്ളൂ, അതും കൂടി വന്ന് ഭയങ്കര ഹാപ്പിയായി. പൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ അത്ര തന്നെ ഹാപ്പി. താങ്ക് യു അർജുൻ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ബ്രൊമാൻസ് എന്ന് പറയുന്നൊരു സിനിമയുടെ ഇതുമായിട്ട് നമ്മുടെ സിനിമയാണ്, അതുമായിട്ട് ഇവിടെ വരാൻ നിങ്ങൾ 3 പേരും വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ സിനിമ കണ്ട് 2 കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ മലയാളികളോടുള്ള നന്ദി ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. സിനിമ കാണാത്തവർ എത്രയും വേഗം തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. നിങ്ങളെ കൂടെ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളും കൂടെ അതിൽ പാർട്ണറായി ചേരുക. തീർച്ചയായിട്ടും ഒരുപാട് സക്സസ് ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് ഹിറ്റാകട്ടെ പടങ്ങളും നിങ്ങളും. എനിക്കൊന്നും പറയാനുള്ള കാര്യം, ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത് ഇത് ഐറ്റം വേറെയാണ്. എല്ലാം കണ്ടിട്ട് നമുക്ക് മൊത്തത്തിൽ എന്തോ ഒരു സന്തോഷമാണ് അല്ലേ? സന്തോഷമാണ്. അപ്പോൾ 3 പേർക്കും എല്ലാ ആശംസകളും നമ്മുടെ വക അറിയിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തി. വാലന്റൈൻസ് ഡേയിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടി. അതിനി ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ ബ്രൊമാൻസ് തൂക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആവട്ടെ എല്ലാ പ്രോജക്റ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു നല്ല കൈഡി. അതുപോലെ ചിരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. സുഖമായിട്ട് കിടന്നുറങ്ങുക, നല്ല ഉഷാറായിട്ട് ചിരിക്കാൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.